ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ നിന്ന് തന്നെ രേവതിയും സച്ചിയും തമ്മിൽ തല്ലുകൂടാണല്ലോ. അവസാനം അയാൾ അതങ്ങ് സമ്മതിക്കാട്ടോ. നിനക്ക് പരീക്ഷ എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, എല്ലാ പേപ്പേഴ്സും ഞാൻ ശരിയാക്കിക്കോളാം പ്രിൻസിപ്പള് ശരത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ നല്ല സന്തോഷത്തോടെ രേവതിയും സച്ചിയും തമ്മിലിങ്ങനെ കൈ കോർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ കൈ ഒടിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ കൈ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് ജീപ്പ് വരികയാണ്. പോലീസിന് കണ്ടപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവര് നമ്മുടെ നാടകത്തിൽ ഇല്ലല്ലോ, നീ എങ്ങനെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പോടന്ന് എന്ന് പറയട്ടോ നമ്മുടെ രേവതി. അപ്പോൾ ശരത്ത് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പോലീസുകാരെ ആര് വിളിച്ചാന്ന്? ഞാൻ തന്നെ വിളിച്ചാന്ന് പറയുന്നുണ്ട് അയാള്. അങ്ങനെ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് പോലീസുകാർ വരുന്നു. ഇതാണ് സാർ ഞാൻ പറഞ്ഞ കക്ഷി, ഈ പെൺകുട്ടിയെ നടു റോട്ടിലിട്ട് ഇയാള് തല്ലുവാ, ഇങ്ങനെയുള്ള ആളുകളെ വേണം ജയിലിൽ അടയ്ക്കാൻ. ഇതാണ് എൻ്റെ വീട്, എനിക്ക് ഒഴിവുള്ള പോലെ വന്നിട്ട് കംപ്ലൈന്റ് തന്നോളാന്ന് പ്രിൻസിപ്പാൾ പറയുമ്പോഴേക്കും മറ്റുള്ള പോലീസുകാര് നമ്മുടെ സച്ചിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ സാർ അദ്ദേഹം എന്നെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ. സച്ചിൻ പറയുന്നുണ്ട്, അയ്യോ ഞാനൊന്നും കാട്ടിയില്ലല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ രേവതി ഇതേ പറഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ, എന്നെ ഒന്നും കാട്ടിയില്ല സാർ, അദ്ദേഹം പാവാണെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല, അതൊക്കെ ഞങ്ങൾ അഭിനയിച്ചാന്ന് പറയും. അപ്പോഴേക്കും മറ്റൊരു പോലീസ് ഓഫീസർ വന്ന്, ആഹാ നീ എൻ്റെ ഒരു അഭിനയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനിട്ട് പോലീസുകാർ. പിന്നാലെ നമ്മുടെ രേവതി ഓടുന്നുണ്ട്. അത് കണ്ടിട്ട് ശരത്ത് വന്നിട്ട് ചോദിക്കും, ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? അയാളെ കൊണ്ടുപോട്ടെ, അയാൾ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ രേവതി പറയും, അയ്യോ ശരത്തെ, അദ്ദേഹം കുടിച്ചിട്ടില്ല, കുടിച്ചതുപോലെ അഭിനയിച്ചാടാ, എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് വേണ്ടിയിട്ടാ, നീ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സച്ചിയേട്ട അഭിനയിച്ചാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാവാണ് കേട്ടോ നമ്മുടെ ശരത്തിന്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സത്യം അങ്ങ് പറയാം, അവർ സച്ചിയേട്ടനെ വിട്ടയക്കും, വാ ചേച്ചി എന്നും പറഞ്ഞ് രേവതിയെ കൂട്ടിയിട്ട് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ ലോക്കപ്പ് കിടന്നിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട് കേട്ടോ, സാർ ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ളത്. ഓ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ, ആ സാധനം എടുത്തുകൊണ്ട് വെച്ച് നോക്ക്, ഞാൻ ഊതി തരാം, എന്നാ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ അവിടെ വെച്ച് കണ്ടതാണല്ലോ നിന്റെ പ്രകടനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ശരത്തും നമ്മുടെ രേവതിയും വരുന്നു. എന്നിട്ട് മറ്റൊരു പോലീസുകാരൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, CIയോട് പറയണം, അവരാണ് അവനെ പിടിച്ചോണ്ട് വന്നത്, അപ്പോൾ വിട്ടയക്കണമെങ്കിലും അവരുടെ പെർമിഷൻ വേണമെന്ന് പറയുമ്പോൾ രേവതി ചോദിക്കും, ഞാൻ അവരോട് സംസാരിക്കാം സാർ, അവരെ എവിടെയാ കാണുകയെന്ന് ചോദിക്കും. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ, അവർ ഇപ്പം സ്ഥലത്തില്ല, നാളെ രാവിലെ എത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാട്ടോ. എങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോ, എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ, അതൊന്നും തരാൻ പറ്റില്ല, രാവിലെ വരുമ്പോൾ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കും, എങ്കിൽ സച്ചേട്ടനെ ഒരു നേരം കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിയും ശരത്തും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ സച്ചിയോട് സംസാരിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാനിവിടെ കിടന്നോളാം, ഇതത്ര വലിയ കേസൊന്നും അല്ല എന്നുള്ളത്. അയ്യോ സച്ചിയേട്ടൻ ഇന്ന് ഇവിടെ രാത്രി കിടക്കേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ രേവതി. അപ്പോഴേക്കും നമ്മുടെ ശരത്തിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കേട്ടോ. ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ട എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ നിന്നെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതേ വഴി ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെയൊന്ന് സഹായിക്കാൻ മറ്റാരുമില്ലടാ, അപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുക, നിന്റെ ചേച്ചിയെയും അമ്മയ്ക്കും നീ മാത്രമല്ലേ ഉള്ളൂ, നിന്നിലാണ് അവരുടെ പ്രതീക്ഷ, അതുകൊണ്ട് നീ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ പഠിക്കും സച്ചിയേട്ടാ എന്നും പറഞ്ഞിങ്ങനെ കരയാട്ടോ. നീ എന്തിനാടാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് നിൽക്കുവാണേ.